ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ VSSCയിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും SIT കൈമാറി. അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരിച്ചെത്തിയത് യഥാർത്ഥ പാളികളല്ല എന്ന് പരിശോധനാ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരെ SIT കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥ പാളികൾ മാറ്റിയെന്ന സംശയത്തിലാണ് SIT അന്വേഷണം. 1999-ൽ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയ പാളികളുടെ ശാസ്ത്രീയ ഘടനയും നിലവിൽ സന്നിധാനത്തുള്ള ദ്വാരപാലക കട്ടിളപ്പാളികളുടെ ഘടനയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് VSSC പരിശോധനാ ഫലത്തിൽ പറയുന്നത്. എന്നാൽ പാളികളുടെ കാലപ്പഴക്കം കൃത്യമായി പറഞ്ഞിട്ടില്ല. അതിനാൽ ഘടനയിലെ വ്യത്യാസം ഹൈക്കോടതിയെ അറിയിച്ച ശേഷം VSSCയുമായി വീണ്ടും ആശയവിനിമയം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങൾ VSSCയിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ പാളികൾ വിറ്റെന്നും നിലവിൽ ശബരിമലയിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് എന്നും ഉറപ്പിക്കാനാവൂവെന്നാണ് SIT പറയുന്നത്. ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണത്തിന്റെ അളവ് കൂടിയേക്കും. നിലവിൽ ഉറപ്പിച്ചത് 585 ഗ്രാം അഥവാ 74 പവൻ സ്വർണത്തിന്റെ മോഷണമാണ്. ഇതിന്റെ ഇരട്ടിയിലേറെ നഷ്ടപ്പെട്ടെന്നാണ് നിഗമനം. സ്വർണ്ണപ്പാളികളുടെ താരതമ്യ പരിശോധനയിലാണ് ഇക്കാര്യം ഉറപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരായ ADGP H. വെങ്കടേഷ്, SP S. ശശിധരൻ എന്നിവർ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായാണ് ഇന്ന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. 24 കൊച്ചി, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.